മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി മാർച്ച് 31-നകം പൂർത്തിയാക്കുക അസാധ്യമെന്ന് ഹൈക്കോടതി. പദ്ധതി പൂർത്തിയാക്കാനുള്ള സമയപരിധിയിൽ ഇളവ് നൽകുന്നതിൽ കേന്ദ്രത്തോട് മറുപടി തേടി. മാർച്ച് 17-നകം വ്യക്തത വരുത്താൻ കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ലിഡിയ ജേക്കബ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, ഇത്തരത്തിൽ വായ്പ ഇന്ന സമയത്തിനുള്ളിൽ ചെലവഴിക്കണം എന്നുള്ള ഒരു നിലപാട് അത് എത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നതാണ്. ഈ 31-നകം പൂർത്തിയാക്കുക അത് അസാധ്യം തന്നെയാണ്. നിലവിൽ ഹൈക്കോടതിയുടെ നിലപാട് എന്താണ് സംബന്ധിച്ച വിവരങ്ങൾ? അമൃത, ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് 530 കോടിയാണ് കേന്ദ്രം വായ്പയായി അനുവദിച്ചിരുന്നത്. ഈ തുക മാർച്ച് 31-നകം ചെലവഴിച്ചിരിക്കണം എന്നൊരു വ്യവസ്ഥ കൂടി ഉണ്ടായിരുന്നു. അതായത് ഇത്ര സമയത്തിനുള്ളിൽ, അതൊരു ടൈം പീരീഡിനുള്ളിൽ ഈ തുക ചെലവഴിക്കണം, ഈ പുനരധിവാസം നടത്തണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇത് അസാധ്യമാണ്, ഇത് നടക്കില്ല എന്നുള്ള തരത്തിലുള്ള വിശദീകരണം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതാണ്. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാടുണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ 2 ആഴ്ചക്കകം വ്യക്തത വരുത്തണമെന്നാണ് ഹൈക്കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 31-നകം പൂർത്തിയാക്കുക അസാധ്യമാണ് എന്ന് ഹൈക്കോടതിയും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ആ സമയം മതിയാകില്ല ഒരു പുനരധിവാസം പൂർത്തിയാക്കാൻ എന്നത് തന്നെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണവും. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി പൂർത്തിയാക്കാനുള്ള സമയപരിധിയിൽ ആവശ്യമായിട്ടുള്ള ഇളവ് നൽകണം. അത് ഇളവ് നൽകുന്നതിനെ കുറിച്ച് കേന്ദ്രം മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന നിരീക്ഷണം. മാർച്ച് 17-നകം ഇതിൽ വ്യക്തത വരുത്താൻ കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ വായ്പ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ ആലോചനകൾ നടത്തുകയാണ് എന്നത് സംബന്ധിച്ചുകൂടി കേന്ദ്ര സർക്കാർ എന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഈ ബാങ്കേഴ്സ് സമിതിയുടെ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് വായ്പ എഴുതിത്തള്ളുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരത്തിലുള്ള അപേക്ഷയിൽ തീരുമാനമെടുക്കുമെന്നാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അമൃത. ശരി ലിഡിയ.